ഇത് പുതക്കണ്ണാടി കൊണ്ട് നടക്കും. പഠിക്കാൻ പോകുമ്പോ അത് വേണം. ചന്ദ്രന്റെ കൂടെ പഠിക്കാൻ പോണത്. ഒന്നും അങ്ങോട്ട് ഏക്കണില്ലല്ലോ കോക്കു. കോക്കു ഒന്ന് കരയണ കോക്കു. ഇവരെ പട്ടിയൊക്കെ പഠിച്ചിരിക്കണ ബാബു ബാബു ബാബു. വാറ്റല്ലേ അല്ലെ വാറ്റേ. മാറ്റേ മോനെ, ഞാൻ ഇത്രയും ക്ലാസ്സിലൊക്കെ വന്നിട്ട് എന്നെ മൈൻഡ് ചെയ്തിട്ടല്ലോ. കാണുക കൊറേ കാലത്തിന് വർഷത്തിന് ശേഷം. എനിക്ക് മറവീര അസുഖമൊന്നുമില്ല. എനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി. എനിക്കും ഇല്ലടാ പട്ടി. എന്റെ ചുണ്ട്. മെന്നി ഒരു കാര്യം പറഞ്ഞ മെന്നി എന്നെ ഇവിടത്തെ പിള്ളേരെ കളിയാക്കുവാ. എന്ത് പറഞ്ഞു നിന്നെ കളിയാക്കണേ? എനിക്കാണെങ്കിൽ പെണ്ണില്ല. അത് അല്ല, എനിക്ക് ഒരാളെ മതി. മെന്നിയാണെന്റെ ഏഞ്ചൽസ് ഒക്കെ ഇപ്പം ഫ്രീ ആണെന്നൊക്കെ ഞാൻ കേട്ട്. ഏഞ്ചൽസ് ഒന്നും ഇതാക്കി എടുക്കുന്നേ സെറ്റ് ആക്കി എടുക്കുന്നേ. ഞാൻ വന്നപ്പോഴേ വിചാരിച്ച് കഴിഞ്ഞ് അങ്ങോട്ട് ഓണനും ബാബു ഒരു മൈൻഡ് ചെയ്തില്ല. ഓക്കിയില്ലേ അതുപോലെ നീങ്ങോന്നേ എടാ ഇത് കേക്കുന്നുണ്ടാ? ഇപ്പൊ കേക്കുന്നില്ല. കേക്കുന്നില്ല. ഹലോ അളി ബാബു. ബാബു പ്ലീസ്. അല്ലല്ലോ ഇവരെ പട്ടിയൊക്കെ പഠിച്ചിരിക്കണ ബാബു ബാബു ബാബു. വാറ്റല്ലേ അല്ലെ വാറ്റേ. ബാബു എടുത്തോണ്ട് മോടി. ബാബു എടാ വേണ്ടടാ, നമുക്ക് ബാക്കിയുള്ളവരെ ആക്കിട്ട് ഇത് കട്ട് ചെയ്തിടാം. വേണ്ട. എനിക്ക് അങ്ങനെ ഡെഡ് ബോഡീസിനെ കളിയാക്കിട്ട് എനിക്ക് റീൽസ് ഞാൻ വലിയ കിടിലാണ്ടാ. സത്യം പറഞ്ഞ വെയിറ്റ് ചെയ്തിരിക്കുന്നുള്ളൂ. നീ വരെ കാത്ത് നീ വന്നിട്ട് വിഷമായി പോയി. ഞാൻ സത്യം പറയാലേ ഈ കണ്ടാക്ട് ഇവരൊന്നും ഞാൻ അറിഞ്ഞില്ല. എന്റെ ഇല്ലേ അന്നെ എന്റെ പാസ്പോർട്ട് ഇവിടുത്തെ പാസ്പോർട്ട് കളയാൻ പറ്റും. അപ്പന്റെ പറഞ്ഞ ഇവൻ പറഞ്ഞ ദിവസങ്ങളിലെ അത് ബാബു സ്ലോട്ട് ഉണ്ടോ? ബാബു സ്ലോട്ട് ഉണ്ടോ? എടാ ഇപ്പഴേ മലയാളി വന്നിട്ട് ഒരു സ്ലോട്ടിലുള്ള ഒരു കിഴങ്ങന മറ്റേ ചുവന്ന കാല് ഷോളിങ്ങനെ ചുറ്റിയിട്ടിരിക്കും. ഒരുത്തിനെ കൊന്നിട്ടാണ് ലാത്തിയേരി കൊള്ളാന്ന് പറഞ്ഞിട്ടുണ്ട്. കൊറേ ട്രൈ ചെയ്യുന്നുണ്ട്. ഒന്ന് രണ്ടുപേരെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. നീ കൂടെ നിന്നാ നമുക്ക് വലിയ താഴെയിടാം. എടാ എന്നാ വെളിയിലിട്ട് കേറി പോയില്ലേടാ? അല്ല മെന്നില്ല ലിസ്റ്റിൽ ലാസ്റ്റാ. മിനിയാണ് നമ്മളില്ലേ മിനിയാണ് നമ്മളെ മറ്റേ ഈ ഗ്യാങ്ങിൽ കളിച്ചതായിട്ടെങ്കിലും കൂട്ടിയിട്ടുണ്ട്. മിനിയുടെ അങ്ങനെ ഒരു ഓർമ്മയില്ല ആർക്കും. നമ്മളല്ല മെന്നി ഞാൻ സത്യമായിട്ട് പറഞ്ഞ ആകെ മിനിയന്റെ ഓർമ്മയുള്ളവരോ മിനിയന്റെ പഴയ 2 കേസ് ഓർമ്മ ഉണ്ട്, വെന്നീസ് ഏഞ്ചൽസ് ഓർമ്മ ഉണ്ട്. ഇതല്ലാതെ ആർക്കും ഒന്നും ഓർമ്മയില്ലെന്ന് പറഞ്ഞു മിനിയണ്ണ. അത് ഓർമ്മയുണ്ടല്ലോ, അത് മതി.
നമ്മളത് ജീവിച്ചോളാം കേട്ടോ. അതല്ല മെന്നി ഞാനും ബാബു മെന്നിയൊക്കെ ഒരു സബ് എന്ന് പറഞ്ഞ ബുക്കിലാണ് എഴുതിയേക്കുന്നത്. പക്ഷെ യൂസ്ലെസ് എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ട്, അതിലാണ് പിത്തലിച്ച് കിടക്കുന്ന. ഞാൻ ഒരു കേസറാണ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 3 മാസം മിണ്ടൂല. അതെനിക്കറിയാം, അത് പറഞ്ഞ മനസ്സിലായി എനിക്ക് എന്താണെന്ന്. നീ പറഞ്ഞ വിത്തലിനെ കൊണ്ടുവന്ന നീ കൊണ്ടുവന്നല്ലേ നൈസായിട്ട്. പിന്നെ പിത്തലിനെ കൊണ്ടുവന്നു. പക്ഷെ ചെറിയ പ്രശ്നം, ആൾക്ക് കണ്ണ് തുറക്കാൻ പറ്റില്ല, അല്ല, ശ്വാസം എടുക്കാൻ പറ്റില്ല, നടക്കാൻ പറ്റില്ല, നിൽക്കാൻ പറ്റില്ല, അത്രേ ഉള്ളൂ. ബാബു നീ ആ ബോഡി കൊണ്ടുവന്നിട്ടേ ആരൊക്കെ എടാ ബാബു നീ ബോഡി കണ്ടിട്ടേ നീ കൊണ്ടുവന്നില്ലേ? ചില പെണ്ണുങ്ങൾ പറയുന്നുണ്ട് രാത്രി അവരെ വീട്ടിലൊക്കെ ഇങ്ങനെ കാണുന്നുണ്ടെന്ന്. നിന്റെ മറ്റവള് ഓടി ഇറങ്ങി ഏതാ കണ്ടാച്ചി. അത് ബാബു മെന്നിങ്ങൊന്ന് ഇപ്പൊ പോവും വല്യം പറയണേ. ഗ്യാങ്ങിലില്ലാത്ത നമുക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം. മെന്നി ബാബു അളിയ ഇവിടെ മൊത്തം ഗ്രൂപ്പാണ് മനസ്സിലായില്ലേ? നമുക്ക് ഒരുമിച്ച് പിടിച്ചാൽ നമ്മുടെ യൂട്യൂബ് ഒക്കെ 1 ബില്യൺ. ഒരുമിച്ച് പിടിക്കാനാ ഗ്രൂപ്പിലെ വീഡിയോ കണ്ടിട്ടാ പിടിക്കാൻ എന്താ തോന്നണുണ്ടാ? നമ്മള് ചെലപ്പോ പിന്നെ നോട്ടെ നമുക്കൊരു ടീമാണ് നീ പറയണത്. നമ്മള് ടീം അണ്ണുവൊക്കെ ഇപ്പൊ വെടലാണ്. ഏതൊക്കെ കളവന്മാരുടെ പോട്ടെ, അതൊന്നും മൈൻഡ് ആക്കണ്ട. മെന്നിയാണ് ഞാൻ ഒരു കാര്യം പറയട്ടെ. മെന്നിയാണ് ഈ ഇപ്പോഴും യൂത്തായിട്ട് നടക്കണത് മെന്നിയാണ് മാത്രമേ ഉള്ളൂ കേട്ടോ. അണ്ണൂക്ക് പടുക്കളവൻ. ഞാൻ അവിടുന്ന് പതുക്കെ എല്ലാം ആക്കിട്ടങ്ങ് പോവാ. ഇപ്പൊ നീ ഒന്ന് ആലോചിച്ചു, അവ സിറ്റിയിലോട്ട് കേറുന്ന വഴി മൊത്തം ആലോചിച്ചോണ്ടിരിക്കുകയായിരിക്കും. അളിയാ ഞാനാണെങ്കിലേ അപ്പൊ ചെയ്തതിന്റെ ദേഷ്യത്തിലൊന്ന് ചെയ്തതാണ്. വിളിക്കേണ്ടത് ഇനിയിപ്പൊ എന്ത് ചെയ്യാനാ? മണപ്പിക്കാൻ കൊടുത്ത് അയ്യേ എന്റെ കുണ്ടി ആർക്ക് മണപ്പിക്കാൻ കൊടുത്തു? അത്ര അയ്യർ. ബാബു ഒരു കാര്യം പറഞ്ഞു. ബാബു സരക്ക് ബാബു സരക്ക് വന്നേ അളേ ബാബു മാറിപ്പോ ബാബു അത്ര അളേ സരക്ക് ഒന്ന് കുറച്ചൊന്ന് ക്ഷമിക്കണം. പറ്റിപ്പോയി അപ്പുറത്തെ ദേശത്തിൽ അങ്ങ് ചെയ്തതാ. എല്ലാരെയും നീ ഇതുപോലെ മോർഫ് ചെയ്ത് സ്വന്തമായിട്ട് ഉപയോഗിക്കുന്നു. നിനക്ക് അപ്പോഴത്തെ ഒരു ഇതിൽ ഞാൻ ആക്കിയതാ. നിനക്ക് നീ ആക്കിക്കോ. ഞാൻ വെട്ടില്ലാത്ത ചന്തി കാണിച്ച് പറ്റിക്കണ അടിച്ച് നിരപ്പാക്കി വെട്ടില്ല. അടിച്ചതിന് ശേഷം അടച്ചു വെച്ചതായിരുന്നു. അടിച്ചിട്ട് പപ്പടം പോലെ പരന്നിരിക്കുന്ന ഓട്ടയില്ല. അത് ഓട്ടയായിരുന്ന ഇനിയിപ്പോ ഉള്ള ഓട്ട വായിലാണ്. അതും കൂടി അടയ്ക്കാതെ നോക്കാം. പറഞ്ഞാക്കടാ, എനിക്ക് ഇവനെ പേടിയാളിയാ. ഇവന്റെ വായിനാണ് എനിക്ക് പേടി. നിനക്ക് ഇനി രക്ഷപ്പെടണമെങ്കിൽ ഒരേ ഒരു വഴിയുള്ളൂ. ചന്ദ്രൻ വരണം. ചന്ദ്രൻ ചന്ദ്രൻ ഉള്ളപ്പോ നമുക്ക് ചന്ദ്രനെ ഇതാക്കാവും. മനസ്സിലായി ബാബു? നീ അല്ലാത്തപ്പോ നീ എന്തിനാണ് ചെയ്തോ? ചന്ദ്രൻ ഇല്ലാത്തപ്പോ എന്ത് ചെയ്യണം? ചന്ദ്രൻ വരുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഇവന്റെ മൈൻഡ് മാറും. നേരെ എനിക്ക് ആരും ചെയ്തു വെച്ചില്ല. എന്റെ മറ്റേ ഇതിന് ഓട്ടോ എയിമാണ്. അത് അങ്ങോട്ട് പോകും തന്നെ. ലോക്ക് ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം. മറ്റേ
രക്ഷപ്പെടാ. നീ ചന്ദ്രനെ കൊണ്ട് ഒരു ശരി ഒന്ന് ട്രിഗർ ചെയ്യിപ്പിച്ച് പിന്നെ രണ്ട് അതൊന്നും വേണ്ട. പക്ഷെ അണ്ണാ ഇല്ല. ഇവ ഇരുന്ന് കുത്തിയിരുന്ന് എന്റെ ഫോട്ടോ എഡിറ്റ് അത് ചെയ്യാൻ സമയം കിട്ടിയ അല്ലല്ല ബാബു അത് അപ്പോഴത്തെ ദേശത്തിൽ ഞാൻ ചെയ്തോടാ പെട്ടെന്ന് അത് നീ വിട്ടര് ലൈവായിട്ട് ചെയ്തതാ. ആ അത് തന്നെ അത് വിട്ടര് എന്തിനു വൈദ്യുതടാ വല്ലാത്ത പ്രശ്നം തന്നെ കേട്ടോ മാറ്റേ. അത് മറ്റേ ചന്ദ്രനെ നേരത്തെ ചെയ്ത എന്റെ പ്രോംപ്റ്റ് കിടപ്പുണ്ടായിരുന്നു അതെടുത്ത് കോപ്പി പേസ്റ്റ് ചെയ്താ ആ പ്രോംപ്റ്റ് ഒന്ന് അയച്ചേ. ഒരു കാര്യം മറ്റേ ഞാൻ നീ ഇനി ഒരു ഫുൾ ഒറ്റ കോംബോ ഇപ്പൊ ലൈവായിട്ട് നിന്റെ ഫോട്ടോ മുഖം വെച്ചിട്ട് ആ പ്രോംപ്റ്റ് ഒന്ന് അടിക്കണം. അത് അടിച്ച് കാണിച്ചിട്ട് ഞാൻ നീ ഇന്നോട്ട് കട്ട ഫ്രണ്ട്സ് നമ്മൾ റീൽസ് ഇറക്കാൻ തുടങ്ങും. അത് ഈ പന്ന സരക്കിന്റെ മറ്റേ ഇതിൽ നോക്കിയാ മതി മറ്റേ ഇതില് അവിടെ മൊത്തം എന്റെ ഇതാ നടക്കുന്നത്. അതിലൊരു ത്രില്ലില്ലല്ലോ മറ്റേ നീ തന്നെ ചെയ്യണം. അത് പറ്റൂല. നീ ചെയ്ത് നീ റിയാക്ട് ചെയ്ത് നീ തന്നെ പറയണം. നീ ഒന്ന് റിയാക്ട് ചെയ്യണം. ഡിസ്കോഡ് ഇവിടെ തൊട്ട് ഇപ്പൊ ഒരു 5 മിനിറ്റ് വേണ്ട. ഒരു 5 മിനിറ്റ് വേണ്ട. ഇപ്പൊ ലൈവായിട്ട് ഇത് നമുക്ക് തീർന്ന് നമ്മൾ ഒരു ടീമായിട്ട് അങ്ങ് ഫ്രണ്ടിലോട്ട് പോവാ. ഇറങ്ങുമ്പോ ചെയ്യാം. ഞാൻ കുറച്ച് മുമ്പ് പോയാലേ അണ്ണാ പിന്നെ കിട്ടൂല ഇങ്ങനെ ഒരു അവസരം. എനിക്ക് മൈൻഡ് മാറുന്നില്ല. എന്റെ ടാർഗറ്റ് ഇപ്പൊ മാറ്റി കിടക്കുകയാണ്. എനിക്ക് ചന്ദ്രനിലെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എടാ എന്ത് വിലയെടുത്ത് നമ്മള് ചെയ്തിരിക്കും. നിലവാരമുള്ള ആരെങ്കിലും വന്നിരുന്നെങ്കിൽ നോക്കായിരുന്നു. ഒരു മിനിറ്റ് ബാബു അടുത്ത് വരാൻ പേടിയാ. അളിയാ ഞാൻ നിന്റെ തണ്ടേരോട് വന്ന് ഞാൻ വാറ്റിന്റെ കൂടെയാണ് വന്നത്. ബാബു 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 അല്ല ബാബു കൊടുക്കാനാണ് അവൻ ഇഷ്ടം കേട്ടാ. അല്ല ബാബു 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 ചന്ദ്രന്റെ ബാബു ചന്ദ്രന്റെ ജോലി ഇപ്പൊ എന്തായിരുന്നു ചോദിക്കണം. അവന്റെ താടി നോക്കിയാ മതി. നീണ്ടതാണ്ടോ നീണ്ടത് നീണ്ടു 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 ബാബു പോലെ അവിടെ ഒറ്റയ്ക്ക് പോയി നിൽക്കുന്നൊക്കെയാണ്. തിരിച്ചോട്ടെ നോക്കിക്കുന്ന കേട്ടാ പട്ടിയാണെങ്കിൽ ചോറിന് വേണ്ടി നോക്കിക്കുന്നു. അത് കൊള്ളാം ഇത് കൊള്ളാം ഇത് കൊള്ളാം. പോലെ പോലെ ഒന്നുകൂടെ വിളിക്കണം. കട്ട ഈഗോ നിൽക്കുകയാണ്. ഇനി എന്നെ കൊല്ലും കേട്ടോ. ഡോക്ടർ കൊല്ലണ ഒന്നുകൂടെ ഒന്ന് വിളിക്കട്ടെ. അപ്പൊ എന്തിനാ പറയണേ ഡയലോഗ് എന്നിട്ട് ഇനി അവന്റെ മൂട് പോയി. ഇനി മൂട് പോയി. ഇനി അവൻ ഒന്നും പറയൂല. ഇനി അവൻ എന്നെ ഊമ്പിക്കാനാണോ അതാണ് ഞാൻ പറഞ്ഞ അളിയാ ഈ ബാബു പഴയ സാറല്ലേ എന്റെ മറ്റൊന്നുമില്ലല്ലേ? ഏത് പഴയ സ്വഭാവം നമ്മളെ ചെയ്യാൻ പോയി ഒറ്റക്കെട്ട് മനസ്സിലായില്ലേ? അടേ നീ മറ്റേ ഫ്രീസറി വെച്ചടാ. പക്ഷെ താക്കോൽ എടുക്കാൻ മറന്നുവേടാ. വേറെ കേട്ടാ ജനക്കണ്ണ പിത്തലിന്റെ ബാഡി കിട്ടി കേട്ടാ നമുക്ക്. ആ ബാഡി തായ്ലൻഡിൽ കിടന്നാണ് കിട്ടിയത്. തായ്ലൻഡിൽ ഒരു മ്യൂസിയത്തിൽ വെച്ചിരിക്കുന്നത്. അവര് നോക്കിയപ്പോഴേ അണ്ണാ അവർക്ക് അതിശയം അണ്ണാ. എത്ര ദിവസം വെളിയിൽ വെച്ചിട്ടും ചെയ്യാത്തൊരു മൃതശരീരം. ചീഞ്ഞ് നാറുന്നില്ല. കാരണം ഓൾറെഡി ദ്രവിച്ച് നശിച്ചിരിക്കും. ശരീരം മൊത്തം ആൾക്കാവളല്ലേ എങ്ങനെ നശിക്കാനാണ് മനസ്സിലല്ലേ? അതായത് അല്ല ചന്ദ്രൻ നീ പണ്ട് പറഞ്ഞിട്ടില്ലേ ഈ പിറ്റൽജി എത്ര പറഞ്ഞിട്ടും പുഴുക്കുന്നില്ലല്ലോ എന്ന്. അതാണ് ശരിക്കും മരിച്ചിട്ട് പോലും പുഴുക്കുന്നില്ല. അതുപോലെ ഹിമാലയത്തിൽ ബോഡി പോലെ ഇരിക്കും. ചന്ദ്രൻ നീ കൂടെ ഉണ്ടെങ്കിൽ ശവത്തിനൊരു കൂട്ടായി തന്നെ. പക്ഷെ പിത്തൽജിന്റെ തല ദ്രവിച്ചില്ലെന്ന് പറഞ്ഞ തലച്ചോറ് വേണ്ടേ. ആ കേസിൽ ചന്ദ്രന് സേഫാണ്. തലച്ചോറ് ദ്രവിക്കൂല. വേണ്ടേ എല്ലാ കാലിന്റെ ഇടയും
ആ കേസിലെ ചന്ദ്രൻ മരിച്ച ഒരുപാട് ഏജന്റുകൾക്ക് ഉപകാരപ്പെടും. ഒരുപാട് വലിയ ഓട്ടാളുണ്ടല്ലോടാ മറ്റേ. മറ്റേ പക്കിയൊക്കെ വേണ്ടിട്ടുള്ള ഇതായിട്ട് വെക്കാല്ലേടാ. എടാ മറ്റേ മുട്ട പെരിച്ചാരിയൊക്കെ വന്ന് ചന്ദ്രനെ പ്ലഗ് ചെയ്തു പോയാ. അവൻ എണീച്ചിട്ട് കമോൺ ബേബി എന്ന് പറയും. ആരാണ് കഷ്ടപ്പെട്ട് ചിരിച്ചത് എന്റെ ഇടയിൽ? ചന്ദ്ര കഷ്ടപ്പെട്ട് ചിരിച്ചത് എവിടെ? ചന്ദ്രൻ പോയടാ. ചന്ദ്രന് മനസ്സിലായിട്ടാ, കാര്യം പിടി കിട്ടി കേട്ടോ. ചന്ദ്രൻ ഞാൻ പറഞ്ഞതാ ചന്ദ്രൻ വെറുപ്പിച്ചാലേ പോവെന്ന്. അലീനെന്നായിരുന്നു ഞാൻ അളിയാന്നായിട്ടോ. മോട്ടിവേറ്റ് ചെയ്യണം. നീ ഒരാണല്ലേ, ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ ഓടിപ്പോവാണ് വേണ്ടത്. കൂടെ വന്ന് നിന്നെ തിരിച്ചു പറയാം എന്റെ ഭർത്താവിന്റെ ആനന്ദം തെളിയിക്കുന്നു. മോട്ടിവേറ്റ് പേരെന്തായിരുന്നു? ആ ഞാൻ വർക്കിച്ചനൊക്കെ നല്ല കാര്യം പറഞ്ഞായിരുന്നു. ഒരു ഡീല് വരാം. അലീന പോയി മൂട്ടി വിട്. ചന്ദ്രൻ ഈ പറയുമ്പോ ഓടിപ്പോവാതെ എല്ലാരും ഫ്രണ്ടിൽ വന്ന് ആനത്തെ മൂട്ടി വിടാൻ തരും മൂട്ടയാ. ഈ കെട്ട തമാശക്കാണെങ്കിൽ നമ്മള് കൂടെ അല്ലല്ല ഞാൻ അവനെ നോക്കിയതാ. തമാശയായിട്ടെങ്കിലും തോന്നണ്ടേ? ഞാൻ പറയട്ടെ, നമ്മളെ കൂട്ടത്തിലൊരു സ്റ്റാൻഡേർഡ് ഇതെന്തിനു ഒന്ന് പറയാതിരുന്ന കൂടെ ചിരിച്ചെന്നാലും കുഴപ്പമില്ല. ഇത് ഭൂമി തമാശ പറയുന്നത്. ഈ പിന്നെ അവർ കാര്യം ഞാൻ അണ്ണുവിന്റെ കൂടെ കയറ്റികളെ ഞാൻ എന്തൊരു എന്റെ പേജ് എന്തൊരു ഫാൻ പേജാ. നിന്റെ ഒക്കെ കോമഡി മാത്രം ഇടാൻ പറ്റും. എനിക്കും ആക്കണം. നിലവാരമുള്ളത് പറഞ്ഞാൽ മതി. ആരാ അച്ചാന്ന് വിളിക്കുന്നത്? നീ ആലോചിച്ചേ, നീ ഒന്ന് ആലോചിച്ചിട്ട് അച്ചാന്ന് വിളിക്കുന്നത്. ആരാ അച്ചാന്ന് വിളിക്കുന്നത്? എന്താ മോനെ അച്ചാന്ന് വിളിച്ചാ? അതല്ലൊരു കാര്യം പറ്റിക്കോട്ടോ. കേറ് വണ്ടി കേറ്. ഇപ്പൊ ഇല്ലല്ല ഒറ്റയ്ക്ക് വരാൻ പറ്റില്ല. അത് ടീമുണ്ട്. കാര്യം പറയാൻ രക്ഷപ്പെടാൻ കേറ്. ബാബു ഇപ്പോ എന്തളിയാ? ഞാൻ ഇവിടെ നിന്ന് പോവാണ്. അളിയാ അറിയാൻ വേണ്ടി പറയണ അവരടുത്തരം നീ നീ പോലെ പ്ലീസ്, നീ പോലെ. നീ വന്നപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. ഞാൻ പോയി കഴിഞ്ഞാൽ അവരെ എറിയെന്ന് പറഞ്ഞാൽ നീയാണ് കേട്ടോ. നിന്നെ അളിയാ നമുക്ക് നോക്കാം. നമുക്ക് ടീം ആവാൻ നോക്കാം. നീ പോലെ അളിയാ, നീ പോയ എന്റെ മണ്ടയ്ക്കാവോ അളിയാ പ്ലീസ് അളിയാ. ഇപ്പോഴൊരു നീ വന്നപ്പോഴും എനിക്കൊരു സന്തോഷമായ പ്ലീസറാ. അപ്പൊ തന്നെ കിട്ടി തുടങ്ങിയല്ലേ? ഞാൻ വന്ന് ഇറങ്ങി കാല് കുത്തിയപ്പോ നീ കിട്ടിയതാ തന്നെയല്ലേ? ഇത് ഞാൻ കാര്യം പറയട്ടെ. നമ്മള് മൂന്നൊരു ഒരുപോലെ ഒരുമിച്ച് ഇരുന്ന് കഴിഞ്ഞാൽ അവനെ പൂട്ടാം. പക്ഷെ ഇടയ്ക്ക് നിന്നെ ഊമ്പിച്ചോണ്ടല്ലോ. ഇല്ല ചന്ദ്ര ഇപ്പൊ പോയിട്ടാ നീ എന്നെ നോക്കിക്കോ. അപ്പൊ അവന്റെ മനസ്സിലുള്ള അല്ല ഇപ്പൊ പോയിട്ട് നമുക്ക് അത് തുടങ്ങട്ടെ. കുറച്ചൊന്ന് കഴിയുമ്പോ തുടങ്ങാം. അതാ പറയാ, നീ പോകുമ്പോ എന്നെന്തെങ്കിലും ജസ്റ്റ് ഒന്ന് എന്റെ സപ്പോർട്ട് ചെയ്ത് നിക്കണ്ട. പോകുമ്പോ എന്തിനു വിളിച്ചെന്ന് ചോദിക്കുമ്പോ എത്തിരി പറയണം. എന്താ ഞാൻ ചുമ്മാ പറയാം. എന്നെ കാല് പിടിക്കാൻ വേണ്ടി വിളിച്ചാലും ചുമ്മാ പറയാം. റോട്ടുമില്ലാടി അലീനും ചന്ദ്രനും വാറ്റണ്ണനും ഉണ്ട്. ഇത് അവസാനം എനിക്ക് എന്നെ വരും. ഇതെന്റെ അവസാനം എനിക്ക് എന്നെ വരും. എനിക്ക് അവസാനം എന്റെ മണ്ടക്കെന്നെ വരും. ഞാനുണ്ടല്ലോ ഫിറ്റി തുഴച്ച് ഉരച്ചോളി കേട്ടോ. പുതിയ പേജൊക്കെ തുടങ്ങിയിട്ട് അത് വലിയ ഫോളോവേഴ്സ് അടിക്കണമെങ്കിൽ എന്നെ വയ്ക്കാൻ പറ്റത്തില്ല കേട്ടോ. ചന്ദ്രയുടെ അല്ലല്ല ചന്ദ്ര നമ്മളെ ഗ്യാങ്ങിന്റെ സ്ലോട്ടിന്റെ കാര്യം അറിയാൻ പറ്റും. സ്ലോട്ട് തരാൻ കൂടെ നിക്കണതല്ലേ? അല്ലല്ല അത് നമ്മള് ചെറിയ ഒരാളെ വലിച്ചിടാൻ വേണ്ടി നമ്മള് ഒരു ഇതാക്കിട്ടത്. അപ്പൊ അതിന്റെ പ്ലാൻ ആയിരുന്നു. നമ്മുടെ ഗ്യാങ്ങിൽ തന്നെ കുറെ കള്ളന്മാരുണ്ട്. അതാണ് സത്യം. അവന്മാരൊക്കെ മാറ്റി തന്നെ ഒരുപാട് സ്ലോട്ട് കിട്ടും അവിടെ. അറിയണ്ടല്ലോ. പിന്നെ
ബാബുവിന് പക്ഷെ അതില്ലാത്ത പ്രശ്നം. വാറ്റേ ചന്ദ്രൻ രണ്ടാണെങ്കിലും ഒരെണ്ണം ചന്ദ്രൻ എടുക്കും, ഒന്നുമില്ലടാ അവന്. ബാബുവിന് ഉള്ളതാണെങ്കിൽ ഒരെണ്ണേ ഉള്ളൂ, മരിച്ചു കിടപ്പുണ്ട്, കുഴപ്പമില്ല, മനസ്സിലായില്ലേ? ഒരെണ്ണേ ഉള്ളൂ എന്റെ, ഒരെണ്ണേ ഉള്ളൂ, മരിച്ചതാണെന്നെങ്കിലും പറയാം. ചെയ്യടാ ബാബു. അയ്യേ ചന്ദ്രൻ പൈസക്ക് ആളെ ഇറക്കിയിരിക്കണ്ടാ. നമ്മളാരെ ഇളക്കിയത് ബാബു? നല്ല കൗണ്ടർ പറഞ്ഞാൽ ചിരിക്കും ആൾക്കാര്. മനസ്സിലായോ ബാബു? അപ്പൊ നീ എന്ത് പറഞ്ഞാലും ഒന്നോളം എല്ലാ ദിവസം മുണ്ടത്തി. അല്ലെ നമ്മളെ പട്ടിക്കൂട് പണിയാൻ വേണ്ടി ബംഗാളി വിളിച്ചില്ലേ, ഇതാ വന്നിട്ടുണ്ട് ബാബു ബംഗാളി. നീ അപ്പഴേ അണ്ണാ കൂട് പണി കഴിഞ്ഞപ്പോ വാറ്റാ ചന്ദ്രനാ കിടക്കണേ. അല്ലെ കേട്ടില്ല, അല്ലെ ആ കൗണ്ടർ ആയിട്ടില്ല. നിന്റെ അച്ഛന്റെ അടുത്ത് ചോദിച്ചാ ജീവിച്ചിരിപ്പുണ്ടാക്കി, പുള്ളി പറഞ്ഞുതരും. എന്തറാ അച്ഛനൊക്കെ വിളിക്കുന്നത് ബാബുവിന്റെ കൂടെ കൂടണോ ചന്ദ്രന്റെ കൂടെ കൂടണോ? തന്നെ നമ്മൾ ഇന്നേ സിറ്റി പോലും കണ്ടില്ല ബാബു. നിന്റെ ഉള്ള ചന്ദ്രന്റെ പേര് പറ. പറയാനെങ്കിലും ഒരു പേരുണ്ടായിരുന്നല്ലോ. നിന്റെ ഓടി വന്ന് പിള്ളേർ ഉണ്ടാക്കണം. നിന്റെ പോലെ എനിക്ക് തന്റെ നിന്റെ തന്റെ പേര് എടാ ബാബു, ഞാൻ എടാ നിനക്ക് തന്ത ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ എനിക്ക് അച്ഛനെ പേര് പറയാം, പക്ഷെ തന്ത കണ്ടിട്ടില്ല നമ്മള്. നിന്റെ മനസ്സിലായ എനിക്ക് ഏതെങ്കിലും പേര് പറയായിരുന്നില്ല. ഈ ചത്ത വന്ന കാര്യം പറ. തന്തല്ലാത്തവരെ നീ കുറെ നേരത്തെ നിന്റെ ജീവിച്ചിട്ട് കാര്യം പറ. ഇവനെ കൊണ്ട് സംസാരിക്കാൻ കൊള്ളൂല. നിങ്ങളെ പേരെന്താ? എന്താണ് പേര് പറഞ്ഞാലും ഞാൻ സംസാരിക്കൂ. അതല്ല, എനിക്ക് ഞാൻ 2 മണിക്കൂറായി വന്നിട്ടുള്ളൂ. ഒന്ന് പറഞ്ഞു 2 മണിക്കൂറല്ല, നീ വന്നാണ്. ഇവിടെ സിറ്റിയിൽ പുതിയ ഗൈഡുണ്ട്, കൊണ്ടുപോയി. കൂടെ പൊക്കോ. ബാബു വീണ്ടും സോറി. എടാ ഗോകു, നീ അടിമയല്ലേ, കൂടെ പൊക്കോ. കൂടെ പൊക്കെ. അതാകുമ്പോ നിന്റെ ഇല്ലാത്ത തൊളയില്ലാത്ത ചന്തിയില്ല, തൊളയിട്ടേരാവൻ. അവൻ സൂപ്പർ പയ്യനാണ്. എടാ മാറ്റേ, ചന്ദ്രനൂടെ പോയി കഴിഞ്ഞാൽ അതാണ്. ഞാനൊരു കാര്യം പെട്ടാ അവൻ കോ ലീഡർ അല്ലേ, അവൻ പറഞ്ഞ് സ്ലോട്ട് ഒപ്പിച്ചതാന്ന്. അവൻ മാത്രമല്ല, അവൻ ഇല്ലാത്ത തന്തി ഒപ്പിച്ചിട്ട് നീ പോകുന്നുണ്ടോ അവനിവിടെ? ഞാൻ അതിലങ്ങ് വീണുപോയി ബാബു. എടാ പന്ന്, എടാ നിന്നെ നോക്കിയിറക്കാവുന്ന നീ കേക്കടാ. ഹലായ നീയാണ്, നീ ഒറ്റത് കാരണം എന്റെ ജീവിതം കോഞ്ഞാട്ടായത്. എനിക്ക് അവരെ കേൾക്കുന്നുണ്ടോ? അവ വീട്ടിലായിരുന്നു വരുമ്പോ ഞാൻ ഇട്ടാ പേര് വിചാരിച്ചാ മതി. അളിയാ എടാ നിനക്ക് എന്തിന് പെട്ടെന്ന് എങ്ങനെയാടാ പൂണ്ടിരാജ് എന്നുള്ള പേര് വന്നത് വായില്? ഇവന്റെ സംസാരവും ആ നിപ്പും എല്ലാം അതിലൊരു മാച്ചിങ് ഉണ്ടെണ്ണ. നോക്കിയാണ്, ശ്രദ്ധിച്ചു നോക്കിയാ കണ്ണാടി പെട്ടെന്ന് കണ്ടപ്പോ അങ്ങനെ വിളിച്ചോയതാ. ആ മീച്ചി അങ്ങനെ ഇവനെ എപ്പ കാണാൻ തോന്നിയത് എനിക്ക് എന്റെ ജീവിതം കോഞ്ഞാട്ടെ. ആര് അല്ല ഏട്ടനൊക്കെ അല്ലേ? ഏട്ടന്റെ ഞാൻ പറഞ്ഞ എനിക്ക് മനസ്സിലായി. എനിക്ക് ആ ശാലിന്റെ തുമ്പെന്താണ് ഹയ്യാവോ നോക്കട്ടെ. ഇടുന്നില്ല, ഞാൻ ഇടുന്നില്ല. മണപ്പിക്കല്ലേ? ഇപ്പൊ സൂപ്പർ ആളിയാ കാണാൻ. അതെ ഞാൻ എടാ പൊന്നു മോനെ, എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല. തന്തയില്ലാത്തവന്റെ മോൻ താല്പര്യമില്ല. സൂപ്പർ ആളിയാ കാണാൻ.
അതെ ഞാൻ മുടി ഒന്ന് നീലൊക്കെ അടി. കിട്ടോ മുടി ഒന്ന് എടാ നീലൊക്കെ പൊന്നു മോനെ എനിക്ക് നിനക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. കളിയാ. അണ്ണാ തന്തയില്ലാത്തവന്റെ മോൻ വന്നണ്ണാ അതാര് സൂര്യബോധം. അല്ല തന്തയില്ലാത്തവന്റെ മോൻ വന്നതാ മറ്റേ ആ തന്നില്ലാത്തവനെ പോടാ, തന്നില്ലാത്തവനെ പോടാ. തന്തയില്ലാത്തവന്റെ ഭാര്യയെ പോ. അല്ലെ അതെങ്ങനെ തൂടി അറിയാൻ വേണ്ടിട്ടിരിക്കുന്ന ചന്ദ്രൻ പോയി വണ്ടി എടുത്തു വണ്ടി എടുത്തു പോയി. വണ്ടിയില് നീലമുടി ചെറുക്ക ചന്ദ്ര നമുക്ക് കൊറേ നാൾ കേസ് എല്ലാരും അളിയ ഞാൻ അതല്ല പറഞ്ഞ എന്റെ അടുത്ത് അളിയ ഞാൻ പറയാ അളിയ ഞാൻ പോയി കഴിഞ്ഞാൽ അടുത്ത് ഇവിടത്തെ ഏരിയ നീ അളിയ ബാബു പുഴിക്കേണ്ടി ബാബു ബാബു ഈ അല്ലെ ആ പോണ കാറിന്റെ പേരാണ് തന്തയില്ലാത്തവന്റെ കാറ്. നീ അവന്റെ പണിയുടെ തീരുമാനം ഉണ്ടാക്കാം. നീ മറ്റേ ഡബിൾ സ്റ്റാൻഡേർഡ് കാണിച്ചോ. സരക്കെ സരക്കെ അളിയാ അതെ സ്ലോട്ടിൽ വീഴ്ത്തി കളഞ്ഞോണ്ടാ അളിയാ. ഈ പൂണ്ടി രാജയുടെ വേഷം അഖിൽമാരാന്റെ സ്വഭാവമാണ് വന്നെടുക്കുന്ന കേട്ടാ. നിനക്ക് നിലപാട് വേണം, നിലപാട്. എടാ ചെറുക്ക ഇവിടെ ഒരു സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ട്, അതിന്റെ ഇടയ്ക്ക് ചെവളടിച്ചോണ്ടിരിക്കുന്നേ. ആ അളിയാ ചേട്ടാ സംസാരിച്ചോട്ടെ. ചേട്ടന്റെ എടാ അവരവിടെ സംസാരിച്ചോണ്ടിരിക്കില്ലേ? സോറി 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 ഓക്കെ കേട്ടാ ഒന്ന് വിളിക്കണേ. വിളിക്കത്തി ആരെ കുറ്റപ്പെട പോലെ. അളിയാ ബാബു വണ്ടി ഇടണം, വണ്ടി ഇടണം. റൗണ്ട് കറങ്ങിട്ട് അളിയാ നീ ഇതൊന്നും എടുത്തു. പറഞ്ഞു എടാ അത് ചന്ദ്രന്റെ അടുത്ത് പോയിട്ട് ചോദിക്ക്, ഇവരെടുത്താണോ ചോദിക്കണ്ടേ? ചന്ദ്രൻ നിനക്ക് അറിഞ്ഞൂടാ ഓനാരാ? ഒരു കാര്യം ചെയ്താൽ മതി. എല്ലാ ഫോൺ നമ്പർ സിറ്റിയിലെ എല്ലാ മിൽമ ബൂത്തുകളിലും മറ്റേ മിൽമ ബൂത്തും ഫോൺ ബൂത്തുകളിലും കയറി 0471 വിളിച്ചിട്ട് നിനക്ക് എത്ര തണ്ട എന്ന് ചോദിച്ച് കട്ട് ചെയ്താൽ മതി. നിനക്ക് എത്ര തണ്ടാന്ന് ചോദിച്ച് കട്ട് ചെയ്താൽ മതി. അപ്പൊ അവൻ പറഞ്ഞു തരും എവിടെ. ആയിക്കോട്ടെ നമ്പർ പറയാ. 0471. വിളിച്ചിട്ട് പറഞ്ഞാ എന്റെ ചില ഇതുണ്ടല്ലോ തീരുമാനങ്ങൾ ഭയങ്കര ശോകം, എനിക്കത് മനസ്സിലാവുന്നുണ്ട്. ഞാൻ എന്തിനാ അവന്റെ കൂടെ നിന്നേ? ഹായ് കുട്ടി, കുട്ടിയുടെ പേരെന്താ? കിളവി, നിനക്ക് വേറെ പണിയില്ല, അവിടെ പോയി നിന്നൂടെ? ഞാൻ ഒന്ന് എല്ലാരും ഒറ്റയ്ക്കാക്കി. എന്റെ ഈ കൊളവിനൊക്കെ എന്റെ കൂടെ ഉണ്ടെങ്കിൽ എന്റെ ജീവിതം നന്നാവൂല, രക്ഷപ്പെടൂല. ഹലോ ചെല്ലത് മാത്രല്ല എല്ലാ ശോകമാണ്. നോക്കൂ ചിരിച്ച് സീരിയസ് മൂടാണോ? വേണ്ട നായിന്റെ മോനെ കുറച്ച് കാര്യങ്ങളൊക്കെ വേണ്ട നായിന്റെ മോനെ ചന്ദ്രനായിരുന്നാ മാക്സിമം ചെയ്യാൻ പറയണ, അവനെ കൊണ്ട് മാക്സിമം ചെയ്യാൻ പറയണത്. ബാബു ബാബു ഞാൻ ആരോ വണ്ടിയെന്ന് കണ്ടില്ല, ഞാൻ വീണപ്പോ തന്നെ തന്തയില്ലാത്ത കറക്റ്റ് ആയിരുന്നു. എടാ ആരെങ്കിലും ക്യാരി അടി, ഞാൻ നിന്നെ ക്യാരി അടി. ഇവന്നാ തന്തയില്ലാത്തവൻ അലങ്കാരമായിട്ട് കൊണ്ടടക്കോവൻ. ഓരോരുത്തരെ ക്യാരി അടി. എന്തിനാ അവന്റെ വാ കൊണ്ട് അവന് സംസാരിക്കാൻ അറിയില്ല, വേറെ പല കാര്യങ്ങൾക്ക് മാത്രമേ അറിയാവൂ. അതല്ലേ ഞാൻ പറഞ്ഞ താടി വളർന്നു. ആഹാരം കഴിക്കലും പിന്നെ ചില ആണുങ്ങളെ സൂചിപ്പിക്കലും പൊക്കി പറയും ചിലരെ പറ്റി, അത് മാത്രം. ഞാൻ പറയാം മാക്സിമം ഇന്ന് ചന്ദ്രൻ ചെയ്യാൻ പോണെന്ന് അറിയാവോ? എവിടെ നിന്നാലും ഡ്രസ് മാറി വന്ന് വെടിവെച്ച് കൊല്ലും. ഇല്ല അങ്ങനെയില്ല
അല്ലല്ല അവ ഈ കൊടിച്ചിട്ട് പോയത് നമ്മളെ കൊന്നില്ലെങ്കിൽ ബാബുവിനെ അവൻ എടുക്കും. അല്ല ബാബുവിനെ ചിലപ്പോ കൊന്നു തരാം. അതെ, പണ്ടേ ഉള്ള എനിക്ക് പിന്നെ ഒരു കുഴപ്പമില്ല. ഇല്ല കൊല്ലത്തില്ല. ഇനിയും മനസ്സിലായില്ലേ, ഒരു റൗണ്ട് കൂടി പൊളിയാലേ കൊല്ലത്തുള്ളൂ. ഇപ്പൊ അത് അവന്റെ ഏത് കൊല്ലാളി 2026 നീ ചന്ദ്രന്റെ കൂടെ വാടാ മറ്റേ ഞാൻ ഒരു കാര്യം പറഞ്ഞാളിയാ, നമ്മളോടെ സെറ്റ് ആകത്തില്ലളിയാ. ഇതേത് ഇത് കോഴി എന്റെ പുറത്തേറിയിരിക്കുന്നത് ഇവാരാ അല്ലാണ്ട് നമ്മളോടെ കേറിയ ഇതിപ്പോ മുതുക്കിയത് ആള് ഉറക്കല്ലേ ഇവിടെ വന്നത്. മുതുക്ക് നമ്മളെ തോളി കേറി. കത്തി എടുക്കല്ലേ ചന്ദ്രനാണ്ടാ ഇത് ലൂവന്മാരെ വന്നേണ്ടാ. ഓർമ്മയില്ലല്ലോ. നീ ഒരു കാര്യം ചെയ്യ്, കൊറേ കൂടെ സാധനമാര് മുഖത്തും തലയിൽ കൂടെ ഇടും, നമുക്ക് മനസ്സിലാവും. എനിക്കെന്തോ അടിക്കുന്നുണ്ട്. എനിക്ക് ഇത് പ്ലാൻ ആണോന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഇവിടെ കൊറേ കണ്ടന്റ് ഇപ്പൊ വരും. പ്ലീസർ എഡിറ്ററെ ഇപ്പൊ തന്നെ ഉണ്ടാക്കിട്ടാ മോനെ. ഞാൻ ചില എന്റെ കുറച്ച് തീരുമാനങ്ങളെ കുറിച്ച് ഞാൻ ആലോചിക്കുമായിരുന്നു. എന്റെ വിഷമം കേട്ടോ പട്ടിയെ പോലെ തുള്ളിപ്പോയത്. കുറച്ചുകൂടെ ഡിപ്രഷൻ ആക്കാനാ പട്ടി വന്നത്. ആളിയാ ഓളിയാ സർക്കാർ ഞാൻ കാര്യം നിന്റെ അളെ എനിക്ക് ചില തീരുമാനങ്ങൾ ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ ശരിയാവുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ടല്ലേ. എന്താണ് നിനക്ക് ഇപ്പൊ തെറ്റിപ്പോയതായിട്ട് തോന്നി? അവസാനമായിട്ട് തെറ്റിപ്പോയെന്ന് പറഞ്ഞ തീരുമാനം എന്തിനാണ്? അച്ഛനില്ലാത്തവന് ഒരു അച്ഛനായിട്ട് കൂടെ നിന്ന് ഞാൻ അതാണ് ഞാൻ ചെയ്ത തെറ്റ്. അല്ല എടാ അത് ഞാൻ ആരും പറയട്ടെ, സംഭവം ബാബുല്ലേ നിന്നെ മനസ്സിലായില്ലേ? അവ ഇല്ലെങ്കി അടുത്തത് നീയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ അടുത്ത്. അപ്പം എനിക്കളിയാ എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല. അപ്പൊ നിനക്ക് എന്റെ അടുത്ത് വിരോധം തോന്നരുത്. ഞാൻ തന്നെ വെട്ടിടും, കുഴപ്പമില്ല. അവൻ അങ്ങനെ ഉണ്ടാക്കണ്ട സബ്, ഞാൻ ഉണ്ടാക്കും. ഞാൻ വിറ്റ് ജീവിക്കും. ഞാൻ ഇടും അവനെ. അങ്ങനെ അല്ലെ നീയും കൂടെ എന്റെ അടുത്ത് എന്റെ ഇതാക്കല്ലിയാ. ഇല്ലല്ലേ ഞാൻ ചിരിച്ചു പോളിയാ. അവന്റെ തമാശ നല്ല കണ്ടോ, അതാണ് പ്രശ്നം. ഇന്റേതാണെങ്കിൽ കളിയാ മറ്റേ ചീഞ്ഞ പുഴുത്തതാരം. എടാ എല്ലാരും പറഞ്ഞു 2020 ഗോബാക്ക് അടിച്ചത് ആ ലെവലിൽ ബാബു എടാ വാറ്റ് ഭയങ്കര പ്രതിസന്ധിയിലാണ്. കൊറേ നാളായിട്ട് ഇവിടെ വന്നിട്ട് ഇപ്പൊ ടിവിയുടെ അകത്ത് വന്നിട്ട് അവന് വെടിവെക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പം അവന് സ്ലോട്ട് ഇല്ല, മനസ്സിലായില്ലേ? അപ്പൊ ഇവ എല്ലാരടുത്തും കുനിഞ്ഞു വരെ കാല് പിടിച്ചു വരെ ചോദിച്ച്, എന്നിട്ട് പോലും മനസ്സിലായില്ലേ എല്ലാരും മനസ്സിലാടാ ഒന്നിനൊന്നും മെച്ചമായിട്ടുള്ള പ്ലേസ് അല്ലേ. അപ്പം ഒരു വിധത്തില് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ആർക്കും ഒന്നും മാർക്ക് കൊടുക്കാനും പറ്റുന്നില്ല. അപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥയിലാണ്, മനസ്സിലായില്ലേ? അപ്പൊ നിനക്ക് നിന്നെ കാട്ടി കഴിവ് കുറഞ്ഞ ആരെങ്കിലും അതിലുള്ളതായിട്ട് എനിക്ക് ഇപ്പൊ തോന്നുന്നുണ്ടോ? അതെ ഒരു എല്ലാരും ഒരേപോലെയാണ്, മനസ്സിലായില്ലേ? ഞാനിപ്പോ മെയിൻ പ്ലേസിന്റെ അതേ ഇതാണ് എനിക്ക് കഴിവ്. ആരുമായിട്ടാണ് നീ നിന്നെ കമ്പയർ ചെയ്യുന്നത്? അതില് സ്റ്റീവായിട്ട് നിനക്ക് എന്തിനാ കൈ ഒടിഞ്ഞ? ഞാൻ ഒരു കാര്യം പറയാം, 2 ദിവസം വെളിയിലിറങ്ങണ്ട. നല്ല പ്രാക്കുണ്ട് കേട്ടോ നിനക്ക്, നല്ല പ്രാക്കുണ്ട്. 2 ദിവസം വീടിന്റെ വെളി ഇറങ്ങണ്ട. അല്ലല്ല ബാബു, നമുക്ക് എന്തിനാൻ പറ്റൂടാ? നിനക്കും കേറണ്ടേ? എനിക്ക് കേറണപ്പോ ഒരാളല്ലേ ഇവിടെ ഉള്ളു സ്ലോട്ട് ഒപ്പിക്കാൻ പറ്റിയ. ഒരാളെ കൂടെ ഒപ്പിച്ചിട്ട് ഒരുമിച്ച് ദിശ എടുക്കാം. ചന്ദ്രനുണ്ട്, ലോലിനുണ്ട്, ഉണ്ട്. ചന്ദ്രനെ മാറ്റണ്ട, ആകെ പേരിനൊരു ഡമ്മി കോലിയുടെ മാത്രമേ ഉള്ളൂ. അപ്പൊ അതിപ്പോ ഒഴിവാക്കിയാലേ പിന്നെ ഞാൻ തന്നെ തിരിച്ച് ഗ്യാങ്ങി കയറി കോലിയുടെ ആവേണ്ടി വരും. ഡമ്മിയായിട്ടല്ല, ശരിക്കുള്ളത് തന്നെ.
അതിനൊക്കെ ദേ ബാബു അണ്ണാ, ഇവിടൊക്കെ സൈഡിൽ നിന്നിട്ടേ നമുക്കെതിരാണ് സൈഡിൽ ഇരിക്കുന്നതേ ഉള്ളൂ. പറയട്ടെ അണ്ണാ, പറയട്ടെ, കണ്ണു വെക്കാതെ മനസ്സിലില്ല, കണ്ണു വെക്കാതെ ഇരിക്കാൻ 1-2 കിട്ടണം എനിക്ക്. ബാബു ഇവക്ക് കൊടുക്കണം ബാബു. PR വർക്ക് നടക്കുന്നുണ്ട്, PR വർക്ക് ഭയങ്കര പുറമെ നടക്കുന്നുണ്ടേ. അല്ല ബാബു നമ്മള് ടോപ്പിക്ക് നിന്ന് മാറിപ്പോണു. ഓ അലീന അതിപ്പോ ആരെ മാറ്റേണ്ടെന്ന് പറ, എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ഒരാള് ഇങ്ങോട്ട് ചാടി വന്നില്ല, നമുക്കത് തിരിച്ചു വിളിച്ച് തിരിച്ചങ്ങ് വിട്ടാല. ആരെയാണ്? അപ്പാപ്പനെ. ഓക്കെ ഓക്കെ എടാ, ഞാനൊരു കാര്യം പറയട്ടെ പുള്ളിയെ കൊണ്ട് എന്തെങ്കിലും കഴിവുണ്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ, റിപ്ലേസ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഇപ്പം കറന്റ് ഇപ്പൊ മനസ്സിലായില്ലേ, മാറ്റിയാലും പ്രശ്നമില്ലാത്ത മനസ്സിലായി. നിനക്ക് നീ അവിടെ വരുമ്പോ ഒരാൾ പോയിട്ട് അവിടെ നീ ഇല്ല വാസുവിനെ മാറ്റാൻ പറ്റത്തില്ല. വാസുവിനെ മാറ്റാൻ പറ്റത്തില്ല. ഞാൻ ഒരു കാര്യം ഇല്ല വാസുവിനെ മാറ്റില്ല. അത് വാസു അങ്ങനെ വലിയ മാറ്റാതിരിക്കുന്നതാണ് നല്ലത്. ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ, ഞാൻ ഒറ്റ കാര്യമാണ്. എന്തൊക്കെ പറഞ്ഞാലും അളിയാ നീ MRC ഗോകു അല്ലേ അളിയാ? അണ്ണാ ഞാൻ അങ്ങനെയല്ല അണ്ണാ, അങ്ങനെയല്ല. നിനക്ക് സ്വന്തം നീ ഞാനും എടുത്തെടുത്തോരോന്ന് പറയും. ബ്ലൈൻഡ് ആണ് നമ്മളൊക്കെ ബ്ലൈൻഡ് ആണ്. സോറി ബാബു നീ പറ. ഞാൻ ജീവി അങ്ങനെയല്ല, വേണ്ട, അത് അണ്ണന് ഹർട്ടാവും. ഇപ്പൊ ഒരു ഡയലോഗ് പറയാൻ ജസ്റ്റ് അണ്ണ ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. അല്ല, ഇവിടെ ഒരേ ഒരു ഗ്യാങ്ങി കളിച്ചിട്ടുള്ള 2 പേരേ ഉള്ളൂ എന്ന് പറയാൻ പോയതാണ് ഞാനും എന്റെ അണ്ണനും. ശരിയാണല്ലോ. അതങ്ങനെ അല്ലല്ലടാ അതേപോലെയാണ് അപ്പാപ്പനും KVA TV. അപ്പാപ്പനെ നീ വന്നത് അട്ടപ്പാടിയതല്ലേ? ഞാൻ ഒരു കാര്യം, ആരെങ്കിലും ഒരു ഗ്യാങ്ങിന് ഇടാൻ പറ്റുന്ന പേരാണ് അട്ടപ്പാടി. ഗതിയില്ലാത്തവന്മാര്. ബാബു ബാബു ഇല്ല, പണ്ട് ചോദിക്കാതിരുന്നേ കേട്ടോ, നീയല്ലേ പേര്? അവന്മാരൊക്കെ കെട്ടി പിള്ളേര് വന്ന് നിന്നെ തല്ലും. അല്ല, പേരിട്ട് നീയാണല്ലോ അട്ടപ്പാടി. എന്റെ അല്ലല്ല, അത് മറ്റേ മാലിങ്കോ. പക്ഷെ സത്യം പറയട്ടെ, അങ്ങനെ കുളിച്ചോണ്ടിരുന്നപ്പോ ഞാൻ കണ്ട ചെറിയ ലിങ്കോ. അയ്യോ സോറി. എന്തിനാ ചവറി പോയെന്ന് മാത്രം ചോദിക്കരുത്. അത് ഇവന്റെ ഈഗോയാണ്. ഇവന്റെയും ചെറുത് ആർക്കെങ്കിലും ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുമ്പോൾ ഭയങ്കര ട്രൈ ചെയ്യും. എന്റെ തിരക്കണ്ണെ കൊന്ന് നോക്കി ചമ്മി പോയവന്. പിന്നെ ആകാശത്തും കിട്ടിയത് ഇടയ്ക്ക് ചന്ദ്രനെ കണ്ടപ്പോഴാണ്. ബാബുവിന്റെ ഉള്ളിലോട്ട് കയറിയിരിക്കുന്നത്. ചന്ദ്രന്റെ ഉള്ളിലോട്ട് കയറിയിരിക്കുന്നത്, വയറിലോട്ട്. ഇല്ല, ചന്ദ്രന്റെ കേസ് കള്ളം പറയല്ലേ, ഇടയ്ക്ക് മോക്കൂരിന്റെ മരുന്നിട്ടപ്പോ മാറി. ഒന്ന് ആലോചിച്ച് നോക്കട്ടെ, ഇവിടെ പോലും പക്ഷെ സിറ്റി പോലും ഇല്ലാത്തവരെയൊക്കെ എടുത്തിട്ട്. അല്ല, ചന്ദ്ര എപ്പോഴും പോക്കറ്റിൽ ഒരു ഇത് ഭൂതക്കണ്ണാടി കൊണ്ട് നടക്കും. പെടുക്കാൻ പോകുമ്പോ അത് വേണം. ചന്ദ്രന്റെ കൂടെ പെടുക്കാൻ പോണത്. ഒന്നും അങ്ങോട്ട് ഏക്കണില്ലല്ലോ ഗോകു. ഗോകു ഒന്ന് കരയടാ ഗോകു. എല്ലാം എനിക്കിട്ടതിനെ തിരിച്ചടിക്കുന്നല്ലേ ചന്ദ്രണ്ട്. അയ്യോ, ഇപ്പോഴാണ് ഈ സൗണ്ട് എനിക്ക് മനസ്സിലായത് കേട്ടോ. ഇടിവെട്ട് വന്ന് വീണ് കത്തിയ ഗോകു ഫീസ് വലിച്ചു ഗോകു. പിടിച്ചൂരി കേട്ടോ പേടിച്ചിട്ട്. ആള് പാനിക്കാര് കൈക്കോട്ട് എല്ലാ പേരും പിടിച്ചു. ബാക്കിയെല്ലാം ഊരി, ഇത് മാത്രം പോയില്ല. സാറൊക്കെ ഞാൻ എന്റെ പാസ്റ്റ് ഒന്ന് ആലോചിക്കുന്നു. ഞാൻ പാത്രം കഴുകാൻ ജീവിച്ചാൽ മതിയായിരുന്നു. പാത്രം മാത്രമല്ലല്ലോ നീ കൈ കൊടുക്കുന്ന. മറ്റേ നീ ആ പിസാട്ടിലല്ലേ ജോലി ചെയ്തിരുന്ന മറ്റേ ഇംഗ്ലീഷുകാരന്റെ അവിടെ. കുറച്ചാള് മുന്നേ ആണെങ്കിൽ ഇംഗ്ലീഷ് മാത്രം കേട്ടാ മതി, ഇപ്പൊ മലയാളത്തിൽ കേൾക്കണത്. അതും കണ്ട ബംഗാളികളെ വായിച്ചൊക്കെ കേൾക്കണം പറഞ്ഞാലേ മുമ്പോ.
ടൈമിംഗ് അല്ലേ? ഇത്രയും വലിയ ഡോറ ആള് പോരും പോയി. സാമാനത്തിൽ കടിക്കാൻ നോക്കുന്ന നീ. നിനക്ക് ഇപ്പൊ പറയാൻ കിട്ടുന്ന ചാൻസ് സണ്ണി മലേന്റെ മേളിൽ വരുമോ? ഇതൊക്കെ കണ്ടാ ഇതൊക്കെ നോക്കിയെടുത്താ ഫോൺ വിളിച്ച് സണ്ണി ഒരു വരവ്. നമ്മളൊക്കെ ചത്തിറന്നാ നോക്കത്തൂല്ല. ഞാൻ വിളിക്കും. ഗോകു ഇത് എന്തിനാണെന്ന് അറിയാവോ? നിനക്കിട്ട് കിട്ടാൻ വേണ്ടി അതാണ് നല്ലോണം ഇഷ്ടപ്പെടുന്നുണ്ടല്ലേ, നല്ലോണം ഇഷ്ടപ്പെടുന്നുണ്ടല്ലേ. ആ അല്ല അല്ല ഇയാളാ റെക്കോർഡിങ് ഓഫ് ചെയ്തേ. ആ റെക്കോർഡിങ് ഓഫ് ചെയ്തേ. കോപ്പിറൈറ്റ് വരും. ഞാൻ ഇനി എന്റെ മുഖം കണ്ട ഞാൻ കോപ്പി. അതെ സത്യം. അതെ അതെ അളിയ തീയിട്ട ഇപ്പോഴുള്ള കാര്യങ്ങളൊക്കെ മറങ്ങൂല അളിയ. തീട്ട എന്തിനാ പറ്റാ? തീ കത്തിച്ചുവിട്ടാലാ? ആ ഇപ്പോഴത്തെ ഉള്ളതൊക്കെ മറക്കൂലേ. അവന് എന്നെ മറന്നിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അല്ല അങ്ങനെയൊന്നും മറക്കൂല. കുറച്ച് മനസ്സിലായില്ല, അരമണിക്കൂറത്തെ മുമ്പത്തെ കാര്യമൊക്കെ മറക്കത്തുള്ളൂ, അതിൽ കൂടുതൽ മറക്കൂല. നിന്റെ മുഖം എന്ന് പറഞ്ഞപ്പോ 5 വർഷം മുമ്പ് കണ്ട മുഖമല്ലടാ, അത് മറക്കാൻ പറ്റുമോ? അത് ഇനി അഥവാ മറന്നാ തന്നെ നിന്റെ ടവൽ എടുത്തോണ്ടിരുമ്പോ മണം അടിച്ച് ഉറവ് വരും. അല്ല ഞാൻ കഴിവത് എന്നെ വെറുതെ കളിയാക്കല്. ഇതെന്താ മരിച്ചിട്ട് പോലും പറഞ്ഞില്ല ഞാനത്. മിന്നി ചന്ദ്രൻ പെട്ടെന്ന് വന്നു. അല്ലെ ചന്ദ്രന്റെ ഫോൺ നമ്പർ എത്ര അളിയാ? 471471. ചന്ദ്രൻ നമ്പർ എന്റെ ഉണ്ടായിരുന്ന അളിയാ. ഹലോ അളിയോടെ വിഷയ കോമഡി. ചന്ദ്രന്റെ അല്ല ബാബുനെ ബാബുന് എല്ലാരും കൂടെ തലക്കും വില കഴുത്ത് ആക്കുന്നത്. അവൻ ചത്ത് വീഴാൻ ചെയ്ത്. ബാബുനെയാ? ഓ നീ മറ്റേ ഇവിടെ ഇത് എവിടെ? അളിയ ഇതൊക്കെ നീ കാണാ. വിട്ട ശരി ഏറ്റില്ല. അന്നായിതർ. You have reached an automated. ആണുങ്ങളെ നമ്പർ മാത്രമേ ഉള്ളൂ. പിന്നെ കളവിമാര് നിന്റെ ബി പി ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഡോക്ടറിനെ. ആ ബി പി ഒക്കെ ചെക്ക് ചെയ്യാനാണ് മിക്കവാറും മാനസിക. ആരാണ്? വാറ്റിന്റെ എണ്ണ എന്തിനാണ് വിരലൊക്കെ നീട്ടി കാണിക്കുന്നത്? അളിയ കൈ കാണിച്ചതാ അളിയാ. നീട്ടാൻ വേണ്ടി ഒരു അതിലേ ഉള്ളല്ലേടാ. പിന്നെ ഡോക്ടറെ പുള്ളിക്കാരനെ മൂത്രം വയ്ക്കാൻ വേണ്ടി കുറച്ച് ഒരു ഭൂതക്കണ്ണടി കൊടുക്കണേ. ഇത് കിട്ടണവരെ പാടായിരിക്കും. എന്താ സാറേ? ഇല്ല ഡോക്ടർ അല്ല പുള്ളിക്കാരൻ ഡോക്ടർ ഈ ശരീരത്തിന്റെ ചില ഭാഗങ്ങളിൽ മാത്രം സാറൊന്ന് ചെക്ക് ചെയ്യട്ടെ. വരല്ല ഇതേപോലെ നിൽക്കുന്നില്ല. അതാണ് സാറേ ചെറിയൊരു സെഡേഷൻ തരുന്നുണ്ട് സാറിന്. എനിക്ക് താല്പര്യമില്ല. സാറേ കുറച്ചു നേരം ഇതിന്റെ എഫക്ട് അല്ല സാറേ, ഒരു മിനിറ്റ് സാറേ, കുറച്ചു നേരം ഇതിന്റെ ഒരു എഫക്ട് ഉണ്ടാവും സാറിന്. അത് കഴിയുമ്പോ ഹെൽത്ത് എല്ലാം ഓക്കെ ആയിരിക്കും, പെർഫെക്റ്റ് ആയിരിക്കും, ബോഡി പെയിൻസ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ എല്ലാ ചലനവും ശരിയാവും. സാർ ഓക്കെ അല്ലേ? പെർഫെക്റ്റ് അല്ലേ? തലറക്കൊന്നുമില്ലല്ലോ? സാറേ ചെറിയൊരു കിക്ക് ഉണ്ടാവും സാറിന്. ഞാൻ ഒരു മരുന്ന് തരാം, ടാബ്ലറ്റ് തരും അവര്. ഞാൻ കിക്കില്ല. അതൊക്കെ സാർ എന്തൊരു
സാർ എന്തിന് തലകറക്കുണ്ടാവും ആ കുഴപ്പമുണ്ടെങ്കിൽ അല്ല ഇപ്പൊ എന്തിനാണ് ഇത് ചെയ്തത്? സാറിന്റെ ബോഡിയിൽ മൊത്തത്തിലൊരു ചെറിയ നിനക്ക് ഉണ്ടോന്ന് ചെക്ക് ചെയ്തതാ. എന്തൊരു ചെക്ക് ചെയ്തിട്ടും കാര്യമില്ല, ബ്രെയിൻ കാണൂല. സാറ് എന്റെ എല്ലാം എടുത്തോണ്ട് പോയാ? ഒന്നുമില്ല ഞാൻ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇല്ലല്ലോടാ വാച്ചി അതിന്റെ അകത്ത്. കള്ളക്കാരിയൊക്കെ ഇതെന്താ പതുങ്ങിയിരിക്കുന്ന? എന്താ നോക്കിയത് മറ്റേ? എവിടെ എന്തിനു പറ്റി വല്ല കളഞ്ഞു പോയാ? വെട്ടിക്കൊണ്ട് പോയാ? ഇല്ലല്ല, സുന്നത്തല്ല നടത്തിയത്. അല്ലല്ലേ. ഇഞ്ചക്ഷൻ തന്നാണ്, ഇഞ്ചക്ഷൻ തന്നാണ്. അല്ലെ വെട്ടിക്കൊണ്ട് പോയിട്ടുണ്ടോ തോന്നണ്ട, ചെറിയൊരു കത്തിരി കയ്യിരിക്കുന്നുണ്ടോ? എടാ മാറ്റേ ഇല്ല മാറ്റി നമ്മൾ നിർത്തി, മാറ്റി നിർത്തി. നീ നിനക്ക് ചന്ദ്രന്റെ ടീമിൽ ചേരണോ? ഇല്ല അളിയാ വേണ്ട, സോറി. നമ്മളെ കൂടെ ഓക്കെ. ഓക്കെ ഞാൻ ബാബു നീ അങ്ങനെ കിടന്നപ്പോ ഞാൻ അവനെ വിളിച്ച് വരുത്താൻ നോക്കി, പക്ഷെ നടന്നില്ല. അവൻ TDF കളിച്ചോണ്ടിരിക്കും. വാറ്റും ബാബു ഒരു സെക്കൻഡ്. നിന്നെ വെട്ടി കണ്ടന്റ് ആക്കിയ നിന്റെ അവിടെ നിൽക്കുന്ന പച്ച ഡ്രസ് ഇട്ട് അവിടെ ഇല്ലേ, അവക്കിട്ടൊരു പണി കൊടുക്കണ്ടേ? പിന്നെ അതും വെറുമല്ല, പട്ടിയുടെ പേരിട്ട ജൂലി. നീ വാ, നമുക്ക് നിന്റെ ഇന്ന് തന്നെ കണക്ക് അതിന്റെ ഇട്ടത് കണ്ട പൂണ്ടിരാജ ടോപ്പിക് പറഞ്ഞേ. അവിടെ വന്നിട്ട് നമ്മുടെ ജൂലിയുടെ കാര്യം സംസാരിക്കണം. ജൂലിക്ക് ഫുഡ് കൊടുത്തായിരുന്നല്ല, അത് പട്ടിയാണെന്ന് പറയണം കേട്ടാ. കേട്ടായിരുന്നല്ലോ. കേട്ടില്ലോ എന്തിനു സാറേ? സാറേ രണ്ട് ദിവസത്തിന് ടാബ്ലറ്റ് തരാവേ, അതൊന്ന് കഴിക്കണം. എനിക്ക് എന്താ പ്രശ്നം? എന്താ എനിക്ക് സാറേ ഒരു പ്രശ്നം, ചെറിയൊരു BP കുറച്ച് കൂടുതലുണ്ടായിരുന്നു. ഓ അങ്ങനെ, അത് നമ്മൾ ഇത്രയും പേര് വട്ടത്തിരുന്ന് കൊടുത്തായിരുന്നു. അതിന്റെ പെട്ടതെല്ലാം കൂടി ടേംസിലെത്തി ഡോക്ടറെ. നീ തരീട്ടാണോ? അപ്പൊ എന്തിനാ ആക്കി വെച്ചാലടാ നീ ബാബു? സാറിന് എത്ര തന്നു പോയി? സാറേ അത് ഇപ്പം പോയി, എല്ലാം മാറി ഇപ്പൊ എല്ലാം മാറി സാറേ. ടാബ്ലറ്റ് എന്താ നീ അവിടെ പറഞ്ഞു വെച്ചത്? ഞാൻ സംസാരിച്ചാ മനസ്സിലാവും കേട്ടാ. അണ്ണൻ വാറ്റിന്റെ ചെയ്യണം കേട്ടോ. ജൂലി ഫുഡൊക്കെ കഴിച്ചായിരുന്നു അവിടാന്ന് ചോദിക്കണം കേട്ടാ. ജൂലിയെ പറ്റി നിങ്ങൾ അങ്ങോട്ട് സംസാരിച്ചാൽ മതി. നിന്നെ ടാർഗറ്റ് ചെയ്യണേട്ടാ ജൂലി കുറെ നേരമായിട്ട് വാറ്റേ. അവള് റെക്കോർഡ് ചെയ്തോണ്ടിരിക്കുക. എടാ മറ്റേ മറന്നിട്ടില്ലടാ അത്. ഞാൻ കൊടുത്തില്ലായിരുന്നോടാ ജൂലിക്ക് ഫുഡ് കൊടുത്തില്ലായിരുന്നോ? അയ്യോ അല്ല, ജൂലി കേസല്ല, അവന്റെ വീട്ടിലെ പട്ടിയുണ്ട് ജൂലി എന്ന് പറഞ്ഞാൽ. പട്ടിക്ക് എല്ലാവർക്കും ജൂലി എന്ന പേരാണ് ഇടുന്നേ. അല്ല ഇപ്പൊ 2 തവണയായിട്ട് ഞാൻ കാണുന്നില്ല. അങ്ങനെയാ വീട്ടിലെ പട്ടിയായിരിക്കും. ഇല്ല, നമ്മുടെ സിറ്റിയിലും ഉണ്ട്, അടുത്തുണ്ട്. അങ്ങനെ ഒരു പേര് ഇല്ല, പട്ടിക്കൊണ്ട് ഉറപ്പായിട്ടുണ്ട്. എനിക്കൊന്ന് തെളിയിക്കാൻ പറ്റും. അതാ നിങ്ങളുടെ വീട്ടിലെ പട്ടിയായിരിക്കും, വേറെ പട്ടി. ഇത് കൊറേട്ട് അംഗീകരിച്ചു ചേട്ടാ. വീണ്ടും കുറച്ചടിക്കുന്നത് കരഞ്ഞാണിച്ചേ. ദേഷ്യം വരും, ആരായാലും ദേഷ്യം വരും. പഴവും ചോറുവാണ് പട്ടിക്ക് കൊടുക്കാളൂ. പക്ഷെ അനുസരണുണ്ട്. അല്ലല്ല കൊടുത്തു അല്ല, ചോറ് കൊടുത്ത് മിണ്ടാതെ തിന്നുന്നുണ്ടില്ലേ? മതി ജൂലിയെ കൊണ്ട് വെറുതെ കടിപ്പിക്കില്ല. അല്ലല്ല, ജൂലിയെ പറ്റിയല്ല, പട്ടിയെ പറ്റി. പട്ടിയുടെ പേരാണ് സാറേ. എടാ ബാബു, നീ കാരണം സാർ എന്നെ പ്രാന്തനായിട്ടാ കാണുന്നത്. പ്രാന്തൻ ഗുളിയൊക്കെ തന്നേക്കുന്നു. ഇത് ഒന്നുമില്ല സാറേ, ഇത് ഉറങ്ങണതിന് കുറച്ച് മുന്നേ കഴിച്ചാൽ മതി. സാറേ എനിക്ക് ഐസ് പാക്ക്, വേദന തോന്നുന്നെങ്കിൽ ഒരു ഐസ് പാക്ക് വെച്ചത്. ഒന്നും ഇല്ലല്ലോ സാറേ, എന്നിട്ടല്ലേ സാറേ ഈ ഗുളിക ഈ ഭക്ഷണത്തിന് ശേഷം രാത്രി കിടക്കാൻ നേരത്ത് കഴിച്ചാൽ നന്ദി മതി. സാറേ, സാറേ വെക്കോ നന്ദി. എന്തെങ്കിലും പറ്റിയുണ്ടെങ്കിൽ ഞാൻ പറയാം. സാറേ ഇതൊക്കെ ഏത് യൂണിവേഴ്സ്? അതെനിക്ക് ബേൺ ക്രീമും ഐസ് പാക്കും തന്നിരിക്കുന്നു. ഇത് എന്നൊക്കെ അടുത്ത് എന്ത് ചെയ്തത്? ഇപ്പൊ കാര്യം മനസ്സിലാടാ. സ്ലോട്ട് ടിവിയിലെ ആണുങ്ങളെ മാത്രല്ലേ എടുക്കുന്നത്. 10 മണിക്കില്ലേ? പോണം.
ഇങ്ങനെ അതിന്റെ കഴിവില്ല അല്ലാണ്ട് പറയാം അല്ല ആണെന്ന് കാണിക്കാനുള്ള ഐഡന്റിറ്റി ഇല്ല. അതാണ് പിത്തൽജിനെ കുഴിച്ചിട്ടത്. നമ്മൾ ഇങ്ങനെ വെറുതെ നിന്ന് സംസാരിച്ചു നമുക്ക് ഒരു കാര്യം ചെയ്യാം. ബാബു ഇലക്ഷന് നിൽക്കുമല്ലേ, നമുക്ക് അവന്റെ ഇലക്ഷൻ പ്രമാശനം ഇറങ്ങിയാലോ? വരില്ലല്ലോ. വരും. അവന്റെ കൂടെ പ്രൊമോഷൻ ഇറങ്ങാൻ ഞാൻ പോയി. പോയോ? ആര് ബാബു അവന്റെ കൂടെ പ്രൊമോഷന് ഉം. അവന്റെ കൂടെ പ്രൊമോഷൻ ഇറങ്ങാനായിട്ട് ഞാൻ പോയി. ആ പക്ഷെ പോയ വഴി അവനെ കണ്ടില്ല. അറിയായിരുന്നു. അത് ഞങ്ങൾക്ക് അറിയാം, ഞങ്ങൾ